മഴ ലഭ്യതയിലുണ്ടായ കുറവിനെ തുടർന്ന് വയനാട്ടിൽ വരൾച്ച രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് മുന്നൊരുക്കങ്ങളുമായി വനം വകുപ്പ് രംഗത്തെത്തിയത്. വയനാട് വന്യജീവി സങ്കേതത്തിലെ എല്ലാ റേഞ്ചുകളിലും പരമാവധി കുളങ്ങളും തടയണകളും നിർമ്മിക്കാനാണ് തീരുമാനം. നിലവിലുള്ള ജലാശയങ്ങൾ വൃത്തിയാക്കി ആഴം കൂട്ടുന്ന പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ എല്ലായിടത്തും വെള്ളമുണ്ടെങ്കിലും മാർച്ച് മാസത്തോടെ ജലക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു 90% വാട്ടർ ഹോൾസിലും ചെക്ക് ഡാംസിലും വെള്ളമുണ്ട്. പക്ഷേ ഇനി ഇപ്പോൾ ഡിസംബർ ആയിട്ടുള്ളൂ, മാർച്ച് എത്തുന്തോറും വറ്റാൻ സാധ്യതകളേറെയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എർത്തൻ ബൺസുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്, എല്ലാ റേഞ്ചുകളിലും നിർമ്മിക്കുന്നുണ്ട്. അതുകൂടാതെ ഡീസിൽറ്റിങ് ചെയ്യുന്നുണ്ട്. വറ്റിയ കുളങ്ങൾ കുറച്ചും കൂടി നമ്മൾ താത്തിയെടുക്കാം. കാരണം മിക്കതും ഉറവയുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ പോണ്ടുകളൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ വറ്റുന്നതോട് കൂടി തന്നെ ഡീസിൽറ്റിങ് ചെയ്ത് വെള്ളത്തിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചെക്ക് ഡാമുകളിൽ മാക്സിമം വെള്ളം നിർത്താൻ വേണ്ടി ചെക്ക് ഡാംസുകൾ, ടെമ്പററി ചെക്കിംഗ് പോയിൻറ്റ്സുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഫ്രിഞ്ച് ഏരിയയിലൊക്കെ ജനങ്ങളുടെ സഹായത്തോടു കൂടി കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ചെക്ക് ഡാംസുകളും പുഴയിലും ഒരു ചെക്കിംഗ് പോയിന്റുകൾ നിർമ്മിക്കുന്നുണ്ട്. വയനാടിനോട് ചേർന്ന് കിടക്കുന്ന കർണാടക വനത്തിൽ ഇപ്പോൾ തന്നെ ജലക്ഷാമം രൂക്ഷമാണ്. വരും ദിവസങ്ങളിൽ ഇവിടെ നിന്നുള്ള വന്യമൃഗങ്ങളും ശുദ്ധജലം തേടി കൂട്ടത്തോടെ വയനാടൻ കാടുകളിലെത്താനുള്ള സാധ്യതയും വനം വകുപ്പ് മുൻകൂട്ടി കാണുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്.